Good morning. Logic gates and circuits എന്ന ചാപ്റ്ററിൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ഗേറ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഈ മൂന്ന് ഗേറ്റുകളെയാണ് ബേസിക് ഗേറ്റ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഗേറ്റ്സ്. ഈ ഫണ്ടമെന്റൽ ഗേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡിജിറ്റൽ സർക്യൂട്ടും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ ഗേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഗേറ്റ്സ് ആണ്: ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഈ മൂന്ന് ഗേറ്റ്സും ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ലോജിക് ഗേറ്റും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ മൂന്ന് ഗേറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഓരോ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ IC പാക്കേജ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലോജിക് എക്സ്പ്രഷൻ, ഒരു കോമ്പിനേഷൻ ലോജിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ICകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിലേക്കായി ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് സിംപ്ലി മീൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നോട്ട് ആൻഡ്. അത് നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും ഉപയോഗിച്ചാണ് നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. അതായത് അവിടെ ചെയ്യുന്നത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. ഒരു ആൻഡ് ഗേറ്റിൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഫ്ലിപ്പ് ചെയ്യുന്നു. അപ്പൊ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും ആണ് ഉപയോഗിക്കുന്നത്. ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിലാണ് നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുന്നത്, ഇൻപുട്ടിലല്ല. ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഫിഗറിൽ നോക്കാം. ആദ്യത്തെ ഫിഗർ എയിൽ കാണിച്ചിരിക്കുന്നത് ഇത് നമുക്കറിയാം ഒരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിന് അതിന്റെ ഔട്ട്പുട്ട് നമുക്കറിയാം. എയും ബിയും 1 ആവുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ലോ ആയിരുന്നു. അതായത് ആദ്യത്തെ 3 കേസിൽ ഔട്ട്പുട്ട് ലോ ആയിരുന്നു. 4ാമത്തെ കേസിൽ അതായത് 1 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ഫ്ലിപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ കിട്ടുന്ന സമയത്ത് ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? ആദ്യത്തെ 3 കേസസ്, അതായത് ഫിഗറിൽ നോക്കുക. ഇവിടെ എന്ത് സംഭവിക്കും?
ട്രൂത്ത് ടേബിളിൽ എ ബി 0 0 ആവുന്ന സമയത്ത് നമുക്ക് ആൻഡ് ഗേറ്റിന് 0 ആയിരുന്നു. അത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. അടുത്തത് 0 1 ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 ആയിരുന്നു, അതിന് ഫ്ലിപ്പ് ചെയ്തു, അപ്പോൾ 1 കിട്ടും. അതുപോലെ തന്നെ 1 0 ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0 ആയിരുന്നു ഔട്ട്പുട്ട്, ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1 1ന് ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് 1 ആയിരുന്നു, അത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തത്. എന്താ ചെയ്തത്? ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ ഫ്ലിപ്പ് ചെയ്തു. ഇനി ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ സർക്യൂട്ട് സിമ്പൽ. ഒരു 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റിന്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. നോട്ട് ഗേറ്റിന് നമ്മൾ പറഞ്ഞിരുന്നു, നോട്ട് ഗേറ്റിന് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പും അതിന് ഇവിടെ എൻഡിലായിട്ട് ഒരു സ്മോൾ സർക്കിൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞിരുന്നു ആ സ്മോൾ സർക്കിൾ തന്നെയാണ് ഇവിടെ നോക്കുക. ആൻഡിന്റെ എൻഡിൽ ഒരു സർക്കിൾ, സ്മോൾ സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ അതാണ് നാൻഡ് ഗേറ്റ്. ഇനി നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രൂത്ത് ടേബിൾ എന്ന് പറയാൻ പറ്റുന്നത് അതിൽ 3 കേസസിൽ ഔട്ട്പുട്ട് നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. ഇനി 4ാമത്തെ കേസിൽ, അതായത് 1 1 ആയിട്ടുള്ള സമയത്താണ് നമുക്ക് ഔട്ട്പുട്ട് 0 വന്നിരിക്കുക. അത് 2 ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്ത്, അതായത് 2 ഇൻപുട്ടും ലോജിക് 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. 2 ഇൻപുട്ടും 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. ആൻഡിന്റെ നേരെ ഓപ്പോസിറ്റ്. ആൻഡിന് 2ഉം 1 ആവുമ്പോൾ 1ഉം ബാക്കി എല്ലാ കേസിലും 0 ആയിരുന്നു. ഇവിടെ 2ഉം 1 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. ബാക്കി എല്ലാ കോമ്പിനേഷനും ഔട്ട്പുട്ട് 1 ആണ്. ഇനി ഇതിന്റെ ലോജിക് എക്സ്പ്രഷൻ ഡിനോട്ട് ചെയ്യുന്നത് y is equal to a and b bar. a b bar എന്ന് പറഞ്ഞാലും മതി. a and b bar. നമ്മൾ പറഞ്ഞിരുന്നു ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടിംഗ് ആണ്. അപ്പൊ ഇവിടെ നോട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇൻവേർട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നാൻഡ് ഗേറ്റിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് എഴുതുന്നത്? y is equal to ab bar. അടുത്തതായിട്ട് നമുക്ക് ഈ നാൻഡ് ഗേറ്റിന്റെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ സർക്യൂട്ടിൽ 1 1 ആണ് കാണിച്ചിരിക്കുന്നത്. 1 1ൽ LED ഗ്ലോ ചെയ്യുന്നില്ല, 0 ആണ് ഔട്ട്പുട്ട്. അതായത് രണ്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് താഴെ കാണിക്കുന്നത് നാൻഡിനെ നേരിട്ട് കൊടുത്തിരിക്കുന്നു, മുകളിൽ ഒരു ആൻഡിന് ശേഷം നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിരുന്നു. രണ്ടും സെയിം ആണ് കിട്ടുന്നതെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് കേസ് എന്തായിരിക്കും? 2ഉം 0, രണ്ടും 2 ഇൻപുട്ട്. ഇതേ ഇൻപുട്ട് തന്നെയാണ് ഇതിലേക്കും കൊടുക്കുന്നത്, രണ്ടിലേക്കും സെയിം ഇൻപുട്ടാണ് കൊടുക്കുന്നത്. 0 0 ആയ സമയത്ത് ഇവിടെ നോക്കുക, 2 LED ഗ്ലോ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0 0 1. അത് ട്രൂത്ത് ടേബിളിലെ ഫസ്റ്റ് 0 0 1 ആണ്. 2 കേസിലും ഓക്കെ ആണ്. അടുത്തത് ഏതാണ്? മോളത്തത്
എ ആണ് താഴെ, ബി ആണ്. അടുത്ത കേസിൽ ബീനെ 1 ആക്കണം. ബീനെ 1 ആക്കുന്ന സമയത്തും ഔട്ട്പുട്ടിൽ ചേഞ്ച് ഇല്ല, സെയിം തന്നെയാണ്. ഓക്കെ. അടുത്ത കേസിന് എ 1 ആവണം, ബി 0. എ 1 ആയി, ബി 0 ആണ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഇപ്പോഴും ഹൈ തന്നെയാണ്. അപ്പം 3 കേസ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യത്തത് 0 0 ആ സമയത്ത് ഹൈ ആയിരുന്നു. നെക്സ്റ്റ് 0 1 അവിടെ ഹൈ ആയിരുന്നു. അടുത്തത് 1 0 അതിലും ഹൈ ആണ്. ഇനി നമ്മൾ ലാസ്റ്റത്തെ കേസ് 1 1 1 1 ആയ സമയത്ത് LED ഓഫായി, അതായത് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് 0 ഔട്ട്പുട്ട്. അപ്പം നമുക്ക് ട്രൂത്ത് ടേബിളിലെ 3 കേസസിൽ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആവുന്നതും, നാലാമത്തെ 1 1 ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ലോ ആവുന്നതും നമ്മൾ കണ്ടു. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നാൻഡ് ഗേറ്റ് IC ആണ്. 2 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ്. അതിൽ 4 നാൻഡ് ഗേറ്റ്സ് ഉണ്ട്. ഈ കേസിലും 14 എന്നുള്ള പിന്നിൽ പ്ലസ് VCC, 7 എന്നുള്ള പിന്നിൽ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ IC വർക്ക് ചെയ്യും. ഇതും ഒരു 14 പിൻ IC ആണ്. ഇനി ഈ നാൻഡ് ഗേറ്റ് ആണ് 7400 TTL സീരീസിലെ ബാക്ക് ബോൺ. TTL ഉദ്ദേശിക്കുന്നത് ട്രാൻസിസ്റ്റർ ലോജിക്. അതേപോലെ ഡയോഡ് ലോജിക് ഉണ്ട്, DTL, അതായത് DL ഉണ്ട്, DTL ഉണ്ട്, TTL ഉണ്ട്, RTL ഉണ്ട്. ഇപ്പൊ TTL ട്രാൻസിസ്റ്റർ ലോജിക്, DL ഡയോഡ് ലോജിക്, RTL റെസിസ്റ്റൻസ് ട്രാൻസിസ്റ്റർ ലോജിക്, DTL ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക്. ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ ഒരു ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്, അതിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ IC-കളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. ട്രാൻസിസ്റ്റർ ലോജിക്, അതായത് 2 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെ നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അങ്ങനത്തെ കേസിൽ TTL ആണ് ഉപയോഗിക്കുക. നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഓർ ഗേറ്റ് കാണിച്ച സമയത്തും അതേപോലെ തന്നെ അടുത്തത് ഏതായിരുന്നു കാണിച്ചിരുന്നത്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഓർ ഗേറ്റ് നമ്മൾ കാണിച്ച സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏതായിരുന്നു, ഓർ ഗേറ്റിൽ നമ്മൾ ഡയോഡ് ലോജിക് ആണ് ഉപയോഗിച്ചത്, DL ആണ്. ആൻഡ് ഗേറ്റിന് ഡയോഡ് ലോജിക് ആണ്, DL ആണ്. അടുത്തതിൽ അതായത് നോട്ട് ഗേറ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്, RTL ട്രാൻസിസ്റ്ററും. ഇത് അതിൽ മാത്രം ട്രാൻസിസ്റ്റർ ലോജിക് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ TTL ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതുകൊണ്ട് തന്നെ CMOS ടെക്നോളജിയിലൊക്കെയാണ് ഇത് ഹൈ എക്സ്പെൻസീവ് ആയിരുന്നു. TTL ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസ് കുറവാണ്. ഇനി ഈ നാൻഡ് ഗേറ്റ് IC
2 ഇൻപുട്ടിൽ മാത്രമല്ല 3 ഇൻപുട്ടിൽ, 4 ഇൻപുട്ടിൽ, 8 ഇൻപുട്ടിലൊക്കെ അവൈലബിൾ ആണ്. ആ സമയത്ത് ICയുടെ നമ്പർ ചേഞ്ച് ചെയ്യും. 2 ഇൻപുട്ട് കേസിലാണ് 7400 ആണ് NAND ഗേറ്റിന്റെ IC. ഫിഗറിൽ കാണുന്നത് DTL ലോജിക് ഉപയോഗിച്ചിട്ടുള്ള ഒരു NAND ഗേറ്റ് ആണ്. അതായത് ട്രാൻസിസ്റ്ററും ഡയോഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു NAND ഗേറ്റ് ആണ് കാണുന്നത്. നമ്മൾ പറഞ്ഞു NAND ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആൻഡും അതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു NAND ഗേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിലെ ഈ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ആൻഡ് ഗേറ്റിൻ്റെ ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള കണക്ഷനും ഈ ഭാഗത്ത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷൻ, അതായത് നോട്ട് ഗേറ്റിൻ്റെ കണക്ഷനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആൻഡും ആ ആൻഡിൻ്റെ ഔട്ട്പുട്ട് ഭാഗത്ത് ഒരു നോട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഒരു NAND ആയിട്ട് മാറും. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഓൾറെഡി 1-1ലാണ് ഇൻപുട്ട് നിൽക്കുന്നത്. ഇൻപുട്ടിനെ രണ്ടും 0 ആക്കിയ സമയത്ത് LED ഗ്ലോ ചെയ്യുന്നു. ഔട്ട്പുട്ട് ഹൈ ആണ്, 00 ഹൈ. അടുത്തത് 01 ആണ്, ആ സമയത്തും ഹൈ ആണ്, 01 ഹൈ. അടുത്തത് 10, ആ സമയത്തും ഹൈ ആണ്, 101 ആണ്. ലാസ്റ്റ് 110. ഈ സർക്യൂട്ട് കാണിക്കുന്നത് ഒരു NAND ഗേറ്റിന്റെ സർക്യൂട്ടാണ്. ഇത് നിങ്ങൾ വരച്ചെടുക്കണമെന്നൊന്നുമില്ല. അതായത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് ചില സമയത്ത് ചോദിക്കുന്നതാണ്. നമ്മളുടെ സിലബസിൽ, നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇത് ചോദിക്കുന്നതാണ്. കാരണം ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേഷനും ഒരു ഡയോഡിന്റെ ഓപ്പറേഷനും വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ സർക്യൂട്ട് കാണിക്കുന്നത് ഒരു NANDന്റെ സർക്യൂട്ടാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NAND ഗേറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു AND ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NAND കിട്ടും. ആൻഡിന്റെ ഔട്ട്പുട്ടിൽ നോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NAND ഗേറ്റ് കിട്ടും. ഇനി ഒരു AND ഗേറ്റിന്റെ ഇൻപുട്ട് സെക്ഷനിൽ, ഇൻപുട്ടിൽ ഒരു AND ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് 2 ഇൻപുട്ട് ഉണ്ട്. ആ 2 ഇൻപുട്ടിലും നമ്മൾ നോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗേറ്റ്, ആ ഗേറ്റ് ആണ് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലത്തെ ഒരു ഗേറ്റ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു OR ഗേറ്റിന്റെ ഇൻപുട്ടിലെ 2 ഇൻപുട്ടുകളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. ആ സമയത്തെ നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. അത് നമ്മളൊരു തിയറായിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിജിറ്റൽ ലോജിക്കിലെ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു തിയറാണത്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കാം. ഒരു OR ഗേറ്റ്
ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിലെ എന്ത് ചെയ്തു, 2 നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തു. അതായത് അപ്പം എന്താ സംഭവിക്കുന്നത്, അവിടേക്ക് ഇൻപുട്ടിൽ കൊടുക്കുന്ന എ എന്നുള്ള ഇൻപുട്ടിനെ ഇവിടെ എ ബാർ ആക്കിയിട്ടുണ്ടാവും, ബി എന്നുള്ള ഇൻപുട്ടിനെ ബി ബാർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് കിട്ടുന്ന, ഇപ്പം ഇവിടെ എ ബാറും ബി ബാറും ആണ് ഇൻപുട്ടിലേക്ക്, ഓറിൻ്റെ ഇൻപുട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പം ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ബാർ പ്ലസ് ബി ബാർ ആയിരിക്കും. ഓക്കെ, ഇനി ആ എ ബാർ പ്ലസ് ബി ബാർ എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓപ്പറേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഒരു ഗേറ്റ് പോലെ അതിനെ കാണാൻ പറ്റും. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഗേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ബബിൾഡ് ഓർ ഗേറ്റ്. ആ ബബിൾഡ് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻപുട്ടിൽ എ ബി ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, പക്ഷെ ഓറിന് എന്താണ് ഇൻപുട്ട് കിട്ടുന്നത്, എ ബാർ ബി ബാർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പം ഇവിടെ നമ്മൾ എ 0 ബി 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഓർ ഗേറ്റിന് എന്ത് ഇൻപുട്ടാണ് കിട്ടിയിരിക്കുന്നത്, 1ഉം 1ഉം ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി അടുത്തത് എ 0 ആണെന്നുണ്ടെങ്കിൽ എ ബാർ 1 ആയിരിക്കും, ബി 1 ആണ്, അപ്പോൾ അവിടെ ബി ബാർ 0 ആയിരിക്കും. ഓർ ഗേറ്റിൻ്റെ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് അവിടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി അതേപോലെ ഇവിടെ എ 1 ആയി ബി 0 ആണ്, അപ്പോൾ ബി 0 ആയതുകൊണ്ട് ബി ബാർ 1 ആണ്, എ ബാർ 0 ആണ്. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഓറിലേക്ക് 1 കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ 1 ആണ്. ഇനി ഇവിടെ എയും 1 ബിയും 1 ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിലേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലിപ്പ് ചെയ്തത് അല്ലെങ്കിൽ നെഗേഷൻ ആണ് പോവുക, 0 0 ആയിരിക്കും. 0 0 ആണെങ്കിൽ 0. ഇനി അവിടെ ഔട്ട്പുട്ട് ഒന്ന് നോക്കുക. ആ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 3 ഇൻപുട്ടിൽ, അതായത് എ 0 ആവുന്ന സമയത്തും ബി 0 ആവുന്ന സമയത്തും 1 ആണ്, എ 0 ബി 1 ആവുന്ന സമയത്തും 1, എ 1 ബി 0 1, 3 കേസിൽ 1ഉം, 4ാമത്തെ കേസിൽ എയും ബിയും 1 ആവുന്ന സമയത്ത് 0 ആണ്. ഇതേ ട്രൂത്ത് ടേബിൾ ആണ് നമ്മൾ നാൻഡ് ഗേറ്റിന്റെ കേസിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമുക്ക് പറയാം ബബിൾഡ് ഓർ ഗേറ്റും നാൻഡ് ഗേറ്റും സെയിം ആണ്. അതായത് ഒരു ബബിൾഡ് ഓർ ഗേറ്റും നാൻഡ് ഗേറ്റും സെയിം ആണ്. ദേ ക്യാൻ ബി ഇന്റർചേഞ്ചബിൾ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സർക്യൂട്ട്, നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള ലോജിക് സർക്യൂട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു ബബിൾഡ് ഓർ ഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ലോജിക് സർക്യൂട്ട് ബബിൾഡ് ഓർ ഗേറ്റ് സർക്യൂട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ നാൻഡ് ഗേറ്റ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇത് ഒരു ഫേമസ് തിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഡി മോർഗൻസ് തിയറം. ആ ഡി മോർഗൻസ് തിയറത്തിലെ ഒരു തിയറം ഇതിനെക്കുറിച്ചാണ്. അത് നമ്മൾ അടുത്തതിൽ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് ഒന്ന് നോക്കാം. ഫിഗറിൽ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞത് ബബിൾഡ് ഓർ ഗേറ്റും നാൻഡ് ഗേറ്റും ഈക്വലൻ്റ് ആണ്.
ട്രൂത്ത് ടേബിളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് അത് രണ്ടും ഈക്വലന്റ് ആണെന്ന് കണ്ടെത്തി. അത് നമുക്ക് ഇവിടെ ഒന്ന് വെരിഫൈ ചെയ്യാം. മുകളിലെ കണക്ഷൻ കാണിക്കുന്നത് ഒരു ബബിൾഡ് ഓർ ഗേറ്റ് ആണ്. ഈ സിമ്പിള് ഓർ ഗേറ്റിന്റെ സിമ്പിളാണ്. ഇനി ആ ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ 2 നോട്ട് ഗേറ്റ്, ഓരോ ഇൻപുട്ടിലും നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി താഴെ കാണിച്ചിരിക്കുന്നത് നാൻഡ് ഗേറ്റ് ആണ്. സെയിം ഇൻപുട്ട് തന്നെ, അതായത് നമ്മൾ കൊടുക്കുന്ന എ എന്നുള്ള ഇൻപുട്ടും ബി എന്നുള്ള ഇൻപുട്ടും നാൻഡ് ഗേറ്റിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻപുട്ട് ചേഞ്ച് ചെയ്യും. നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നാൻഡ് ഗേറ്റിലേക്കുള്ള ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എ ബി എന്നുള്ള ഇൻപുട്ട് തന്നെയാണ്. അല്ലാതെ ഇവിടെ എ ബാർ ബി ബാർ ആയിട്ട് ശേഷമുള്ളതല്ല, നേരിട്ട് തന്നെയാണ് ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 0 0 എന്നുള്ള സിഗ്നലാണ്. ഇവിടെ ആ ഇൻപുട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ രണ്ടിലും ഹൈ ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ 0 0 ഔട്ട്പുട്ട് ഹൈ ആണ്. അടുത്തത് 0 1 0 1ലും രണ്ടും ഹൈ ആണ്. അടുത്തത് 1 0 1 0 ആവുന്ന സമയത്തും രണ്ടും ഹൈ ആണ്. ലാസ്റ്റ് 1 1 1 1ല് രണ്ടും ലോ ആണ്. അപ്പൊ ഇതിൽ നിന്ന് വർക്കിങ്ങിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബബിൾഡ് ഓർ ഗേറ്റ് ഈസ് ഈക്വലന്റ് ടു എ നാൻഡ് ഗേറ്റ്. അപ്പൊ നമുക്ക് ആ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ബബിൾഡ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ആദ്യം ഇവിടെ എ ബാർ ആണ്, താഴെ ബി ബാർ ആണ്. അതിന് രണ്ടിനെയും ഓർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബാർ ഓർ ബി ബാർ. ഓക്കെ, എ ബാർ ഓർ ബി ബാർ. ഇനി താഴെ കിട്ടുന്നത് നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? എ ബി ഓൾ ബാർ. എ ബി എന്നുള്ള എ ആൻഡ് ബി അതിനെ ഒന്നിച്ചുള്ള ബാറാണ് ചെയ്യുന്നത്. അത് കിട്ടിയ ഔട്ട്പുട്ടിനെയാണ് ബാർ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഈക്വലന്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതൊരു തിയറായിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർ ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് പറഞ്ഞ പോലെ തന്നെ നോർ ഗേറ്റ് എന്നാൽ ഒരു നോട്ടും ഒരു ഓറും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നോർ ഗേറ്റ്. അവിടെ പറഞ്ഞ പോലെ തന്നെ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിലാണ് നോട്ട് ചെയ്യുന്നത്. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിലാണ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നോർ ഗേറ്റ്. ഫിഗറിൽ ഒരു ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഫിഗറിൽ കാണിക്കുന്നത് ആ നോർ ഗേറ്റിന്റെ ലോജിക് സിമ്പൽ ആണ്. അതെന്ത് ചെയ്തിട്ടുള്ളൂ? ഒരു ഓർ ഗേറ്റിന്റെ സിമ്പലിൽ ഔട്ട്പുട്ടിൽ ഒരു സ്മോൾ സർക്കിൾ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത് നോക്കുക. എ ഓർ ബി ഓൾ ബാർ. എ ഓർ ബി ബാർ ഇടുമ്പോൾ രണ്ടിനെയും കൂടെ ഒന്നിച്ച് ഒരൊറ്റ ബാറാണ് ഇടുക. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ബബിൾഡ് ഓർ ഗേറ്റിലെ ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ആ ഔട്ട്പുട്ട് ഇങ്ങനെയല്ല എഴുതുക. അവിടെ എഴുതുന്ന സമയത്ത് y ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുക? എ ബാർ ഓർ ബി ബാർ. അതായത് സിംഗിൾ ആയിട്ട് എയുടെ മുകളിൽ ബാർ ഉണ്ടായിരിക്കും, ബിയുടെ മുകളിൽ ബാർ ഉണ്ടായിരിക്കും, പ്ലസിന്റെ മുകളിൽ ബാർ ഉണ്ടാവില്ല. ഇവിടെ ഒന്നിച്ച് എ ഓർ ബി ഓൾ ബാർ ആണ് എഴുതുക. അപ്പൊ നോറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ ആ രൂപത്തിലാണ് എഴുതുക. താഴെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്
അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാം. ഓർ ഗേറ്റിൽ എങ്ങനെയായിരുന്നു? 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആയിരുന്നു. ബാക്കി എല്ലാ സമയത്തും ഔട്ട്പുട്ട് 1 ആയിരുന്നു. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? അതിന് നേരെ നെഗേറ്റ് ചെയ്യണം. 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആക്കി, ബാക്കി എല്ലാ സമയത്തും ഔട്ട്പുട്ട് 0 ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? രണ്ട് ഇൻപുട്ടും ഇവിടെ 0 ആയ സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. ഇപ്പം ഇവിടെ നമുക്ക് 2 ഇൻപുട്ടുള്ള IC ആണ്, അതുകൊണ്ട് 2 ഇൻപുട്ട്. ഇനി 3 ഇൻപുട്ട് ഉള്ളതാണെങ്കിൽ 3 ഇൻപുട്ടും 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി 4 ഇൻപുട്ട് ഉള്ളതാണെങ്കിൽ 4 ഇൻപുട്ടും ലോ ആവണം, അപ്പോൾ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, എല്ലാ ഇൻപുട്ടും ലോജിക് 0 അല്ലെങ്കിൽ ലോ ആയി കഴിഞ്ഞാൽ നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ലോജിക് 1 ആയിരിക്കും. ഇനി ബാക്കി എല്ലാ കോമ്പിനേഷൻസിനും എങ്ങനെയായിരിക്കും? അത് ലോജിക് 0 ആയിരിക്കും. ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് y = a or b ബാർ ആയിട്ട് എഴുതുന്നു. നമുക്കിതിൻ്റെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് നോക്കാം. സർക്യൂട്ടിൽ നോക്കുക, മുകളിൽ ഒരു ഓർ ഗേറ്റിൻ്റെ എൻഡിൽ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു നോർ ഗേറ്റ് IC നേരിട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ടിനും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇപ്പം നോർ ഗേറ്റിന് നമ്മൾ പറഞ്ഞു 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും എന്താവണം? ഔട്ട്പുട്ട് ലോ ആവണം. ഇപ്പോൾ ഇവിടെ 2 ഇൻപുട്ടും ഇപ്പോൾ ലോ ആണ്, ഔട്ട്പുട്ട് ഹൈ ആണ്. ബീനെ ഹൈ ആക്കി, ആ സമയത്ത് രണ്ടും ലോ ആയി. ഇനി 1നെ ഹൈ ആക്കി, അതായത് എ എന്നുള്ള ഇൻപുട്ടിനെ ഹൈ ആക്കി, ആ സമയത്ത് ഔട്ട്പുട്ട് ലോ ആണ്. ദെൻ എയും ബിയും ഹൈ ആക്കി, ആ സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കേസസ്, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇനി 2 ഇൻപുട്ടും ലോ ആക്കി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആണ്. ഫിഗറിൽ കാണിക്കുന്നത് നോർ ഗേറ്റിൻ്റെ IC ആണ്. ICയുടെ നമ്പർ 7402. ഇവിടെയും ഒരു 14 പിൻ IC ആണ്. 4 നോർ ഗേറ്റുകളാണ്. ഇവിടെ സപ്ലൈ കൊടുക്കുന്നത് +14ലും +VCC 7ല് ഗ്രൗണ്ടും ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബാക്കിയുള്ള ICകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും നോർ ഗേറ്റിന് മാത്രം ബാക്കിയുള്ള ഡിജിറ്റൽ ICകൾ കമ്പയർ ചെയ്യുമ്പോൾ, 2 ഇൻപുട്ട് ICകൾ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. അതായത് ബാക്കിയുള്ള എല്ലാ 2 ഇൻപുട്ട് ICകളിലും 1, 2 എന്നുള്ളത് ഇൻപുട്ടും 3 ഔട്ട്പുട്ടും ആയിരുന്നു. നോർ ഗേറ്റിൽ മാത്രം അത് നേരെ തിരിച്ചാണ്. അതായത് നോർ ഗേറ്റിൽ 1 ഔട്ട്പുട്ടും 2, 3 ഇൻപുട്ടാണ്. അതേപോലെ 5, 6 ഇൻപുട്ടും 4 ഔട്ട്പുട്ടും ആണ്. ബാക്കി എല്ലാ കേസസിലും ആൻഡ്
ഓറ്, നാൻഡ്, ഇനി ബാക്കി വേറെ ഗേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റുകളിലൊക്കെ ഇത് നേരെ തിരിച്ചാണ്. നോർ മാത്രം തല തിരിഞ്ഞാണ്. അതായത് നേരെ തിരിഞ്ഞാണ്. ഈ ഭാഗം നേരെ ഇങ്ങോട്ടാണ്. മുകളിലത്തെ ഭാഗത്തിൽ കറക്റ്റായിട്ട് വരും. നമ്മളുടെ കേസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത കേസുകളിലൊക്കെ താഴെ 1 2 ഇൻപുട്ടും 3 ഔട്ട്പുട്ടും ആയിരുന്നു. മുകളിലത്തെ ഭാഗത്തായിരുന്നു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിരുന്നത്. പക്ഷെ നോറിന് നേരെ തല തിരിഞ്ഞാണ് താഴെയുള്ള ഭാഗത്ത്. അതായത് 1 ഔട്ട്പുട്ട്, 2 3 ഇൻപുട്ട്, 4 ഔട്ട്പുട്ട്, 5 6 ഇൻപുട്ട്. ആ രൂപത്തിലാണ് IC പാക്കേജ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു നിർത്തിയിരുന്ന ബബിൾഡ് ആൻഡ് ഗേറ്റ്. അതായത് ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിനെ നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻപുട്ടിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗേറ്റിനെ പറയുന്നതാണ് ബബിൾഡ് ആൻഡ് ഗേറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഫിഗറിൽ ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടിലെ എ ബിനെ നോട്ട് ഗേറ്റ് വെച്ച് കോംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഇവിടേക്ക് ഇൻപുട്ടിലേക്ക് വരുന്നത് എ ബാറും ബി ബാറും ആണ് ഇൻപുട്ടിലേക്ക് വരുന്നത്. ഇനി ആ എ ബാറും ബി ബാറും കിട്ടുന്നത് ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിലാണ്. ആൻഡ് ഗേറ്റ് എന്താ ചെയ്യുന്നത്? രണ്ടും 1 ആണെങ്കിൽ, ഒരു ആൻഡിന്റെ ഇൻപുട്ടിലെ രണ്ടും 1 ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുക. അപ്പൊ ഇവിടെ ഇതിന്റെ ഇൻപുട്ടിൽ രണ്ടും 1 ആവണമെന്നുണ്ടെങ്കിൽ എയും ബിയും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ എയും ബിയും 0 ആവുന്ന സമയത്ത് മാത്രം ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഗേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഗേറ്റ്, അതായത് നോർ ഗേറ്റ്. നോർ ഗേറ്റിന് രണ്ട് ഇൻപുട്ടും 0 ആവുന്ന സമയത്ത് മാത്രം ഹൈ ആണ്, ബാക്കിയുള്ള സമയത്തെല്ലാം 0 ആണ്. അപ്പൊ നമുക്ക് ഈ ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്തിന് ഈക്വലന്റ് ആണെന്ന് പറയാം? ബബിൾഡ് ആൻഡ് ഗേറ്റ് ഈക്വലന്റ് ടു നോർ ഗേറ്റ് ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ലോയിലെ രണ്ടാമത്തെ ലോ ആണ്. അപ്പോൾ ഒരു 2 ലോസ് ആണ് നമുക്ക് മെയിനായിട്ട് അവിടെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട്, നമുക്ക് ബബിൾഡ് ഗേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലോ പറയാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് നമുക്കൊന്ന് സർക്യൂട്ട് വെച്ചിട്ടൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നോർ ഗേറ്റ് എന്തിന് ഈക്വലന്റ് ആണ്? ബബിൾഡ് ആൻഡ് ഗേറ്റിന് ഈക്വലന്റ് ആണ്. അതുകൊണ്ട് ഒരു ബബിൾഡ് ആൻഡ് ഗേറ്റിന്റെ ലോജിക്കൽ സർക്യൂട്ടിനെ നോർ ഗേറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നോർ ഗേറ്റിന്റെ ലോജിക് സർക്യൂട്ടിനെ നമുക്ക് ബബിൾഡ് ആൻഡ് ഗേറ്റിന്റെ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യാം. അത് രണ്ടും ലോജിക് ഗേറ്റ് രണ്ടിന്റെയും ട്രൂത്ത് ടേബിൾ ഈക്വലന്റ് ആണ്. അതുകൊണ്ട് അത് ഇന്റർചേഞ്ചബിൾ ആണ്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, മുകളിൽ ഒരു ബബിൾഡ് ആൻഡ് ഗേറ്റും താഴെ ഒരു നോർ ഗേറ്റും ആണ്. ട്രൂത്ത് ടേബിളിന് നമ്മൾ കണ്ടു രണ്ടും ഈക്വലന്റ് ആണ്. ഇനി അതിൽ രണ്ട് ഇൻപുട്ടും 0 ആവുന്ന സമയത്ത് മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ആ കേസാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം രണ്ട് ഇൻപുട്ടും 0 ആണ്. രണ്ട് ഇൻപുട്ടും 0 ആവുന്ന സമയത്ത് രണ്ടിൻ്റെയും ഔട്ട്പുട്ട് ഹൈ ആണ്. അടുത്തത് ബി എന്നുള്ളതിനെ 1 ആക്കി, ഔട്ട്പുട്ട് ലോ ആയി. രണ്ടിൻ്റെ ഔട്ട്പുട്ട് ലോ ആയി. അടുത്ത കേസിൽ എ 1 ആയി, ബി 0 ആണ്. ആ സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. നെക്സ്റ്റ്
എയും ബിയും ഹൈ ആണ്, ആ സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. ഒരിക്കൽ കൂടി രണ്ടും ലോ ആക്കി, ആ സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ 0 0 1 0 1 0 1 0 0 1 1 0. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്തിന് ഈക്വലൻ്റ് ആണ്? ഒരു നോർ ഗേറ്റിന് ഈക്വലൻ്റ് ആണ്. മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നാൻഡ് ഗേറ്റും നോർ ഗേറ്റും, ആ രണ്ട് ഗേറ്റിനെയാണ് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും ബേസിക് ഗേറ്റ് ആണ്. അവ മൂന്നും കൂടെ ഉപയോഗിച്ച് നമുക്ക് ഏത് ബൂളിയൻ എക്സ്പ്രഷനെയും നമുക്ക് ലോജിക് സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഏതൊരു ബൂളിയൻ എക്സ്പ്രഷൻ്റെയും ലോജിക് സർക്യൂട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഗേറ്റോ ആൻഡ് ഗേറ്റോ നോട്ട് ഗേറ്റിൻ്റെയും കോമ്പിനേഷൻസ് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ മൂന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള IC പാക്കേജ് ആയിരിക്കും. അപ്പം നമുക്ക് കൺസ്ട്രക്ഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു IC പാക്കേജ് ഉപയോഗിച്ച് എല്ലാ ബൂളിയൻ എക്സ്പ്രഷനും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഗേറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നത്. അത് ഏത് ബൂളിയൻ എക്സ്പ്രഷനെ നമുക്ക് ആ ഒരൊറ്റ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ആ ഗേറ്റിനെയാണ് യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നോട്ട് ഗേറ്റും നാൻഡ് ഗേറ്റും ഈ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതായത് നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഏത് ബൂളിയൻ എക്സ്പ്രഷനും അതിന് ലോജിക് സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതേപോലെ തന്നെ നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഏത് ലോജിക് ഗേറ്റും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇത് മീൻ ചെയ്യുന്നത് നമുക്ക് നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ ഉപയോഗിച്ച് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അതേപോലെ തന്നെ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൺസ്ട്രക്ട് ചെയ്യാം. ഈ മൂന്ന് ബേസിക് ഗേറ്റുകൾ മാത്രമല്ല, ഏത് കോമ്പിനേഷണൽ ലോജിക്കും, അതായത് ഡിജിറ്റൽ സർക്യൂട്ടിൽ വരുന്ന ഏത് ബൂളിയൻ എക്സ്പ്രഷനും നമുക്ക് ഈ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ട് നാൻഡ് ഗേറ്റോ അല്ലെങ്കിൽ നോർ ഗേറ്റോ ഉപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള കാരണം എന്താണ്? നാൻഡ് ഗേറ്റോ നോർ ഗേറ്റും ഉപയോഗിച്ച് നമുക്ക് ബേസിക് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ബേസിക് ഗേറ്റ് വെച്ച് നമുക്ക് ബാക്കി എല്ലാ ബൂളിയൻ എക്സ്പ്രഷനും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാൻഡ് ഉപയോഗിച്ചും നോർ ഉപയോഗിച്ചും നമുക്ക് ബേസിക് ഗേറ്റുകൾ, മൂന്ന് ബേസിക് ഗേറ്റുകളും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നാൻഡ് ഗേറ്റിനെ നോർ ഗേറ്റിനെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നു. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓരോ കേസിലും നമുക്ക് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ഓർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ്, ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ്, നോട്ട് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിൻ്റെ വർക്കിംഗ്. അതേപോലെ തന്നെ നോർ ഗേറ്റ് ഉപയോഗിച്ചും നമുക്ക് എങ്ങനെയാണ് ഈ ഡിഫറെൻറ്റ് ഗേറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് അതിൻ്റെ ഫിഗേഴ്സ് നമ്മൾ താഴെ അടുത്ത സ്ലൈഡിൽ കാണിക്കുകയാണ്. എങ്ങനെയാണ്
ഓരോ ഗേറ്റ് ഉപയോഗിച്ച്. അപ്പം ഇവിടെ എക്സ്പ്രഷൻ നോക്കുക, y ഈക്വൽ ടു എ ബാർ, അതായത് നോട്ടിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. ഇവിടെ y ഈക്വൽ ടു എ ആൻഡ് ബി, ആൻഡ് ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. ഇവിടെ y ഈക്വൽ ടു എ ഓർ ബി, ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്. ഇവിടെ കാണിച്ചിട്ടുള്ളത് നോർ ഗേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നോട്ട് ഗേറ്റ്, ഇവിടെ എ ഓർ ബി, ഓർ ഗേറ്റ് ആണ്. ഇവിടെ ആൻഡ് ഗേറ്റ്. അപ്പോൾ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടും 3 ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വർക്കിങ്ങും നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം.